പണം വേണോ നയം വേണോ എന്നുള്ളതാണ്. പണം ഏതെങ്കിലും തരത്തിൽ മന്ത്രിമാർക്ക് വീട്ടിൽ കൊണ്ടുപോകാനല്ല, ഇത് സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഇത്രയൊക്കെ പോരാടിയില്ലേ? നമ്മൾ നെൽകർഷകരുടെ കുടിശ്ശിക വരുന്ന സമയത്ത് പോരാടിയില്ലേ? അവിടെ പാഡി റെസിപ്റ്റ് നമ്മൾ കൊടുത്തില്ലേ? പാഡി റെസിപ്റ്റ് ഷീറ്റ് കൊടുത്തല്ലേ നമ്മൾ അന്ന് കർഷകരെ സംരക്ഷിച്ച് പിടിച്ചു നിർത്താൻ നോക്കിയത്? ലൈഫ് മിഷനിൽ എന്താ പറഞ്ഞത്? പ്രധാനമന്ത്രിയുടെ ഇമേജ് വയ്ക്കണം, പ്രധാനമന്ത്രിയുടെ പേര് പ്രധാനമന്ത്രി ലൈഫ് മിഷൻ എന്ന് പേരെഴുതണം എന്ന് പറഞ്ഞു. ബ്രാൻഡിങ് ചെയ്യണമെന്ന് പറഞ്ഞു. ലൈഫ് മിഷനിൽ പാവപ്പെട്ട 4 ലക്ഷം രൂപ കൊടുത്ത് വീട് വയ്ക്കുമ്പോൾ അതിന് 80,000 രൂപ മാത്രം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് വയ്ക്കണം, പ്രധാനമന്ത്രി ലൈഫ് മിഷൻ എന്ന് എഴുതി വെക്കണമെന്ന് പറഞ്ഞു. ആ കോ ബ്രാൻഡിങ് ചെയ്യാത്തതിൻ്റെ പേരിലാണ് പണം കൊടുക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. മൊത്തം കൂടി നോക്കിയാൽ 1,00,000 കോടിയിലധികം രൂപ കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളിലായിട്ട് നമുക്ക് കുടിശ്ശിക വരുത്തിയിരിക്കെ 1466 കോടി രൂപയുടെ കുടിശ്ശികയ്ക്ക് വേണ്ടി 200 കോടി രൂപ മാത്രം നമുക്ക് കേന്ദ്രം ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി നൽകുന്നതിൻ്റെ പേരിൽ ഒരു നയം മാറ്റണമോ എന്നുള്ള കാര്യം CPM ആണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ നയം മാറ്റി ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പോകും. ഞാൻ മനസ്സിലാക്കുന്നത് LDF ഈ വിഷയം ചർച്ച ചെയ്യുമെന്നുള്ളതാണ്. വളരെ പെട്ടെന്നെടുത്ത തീരുമാനം പിൻവലിക്കുമോ ഇല്ലയോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ കാണും നമ്മൾ. പക്ഷേ ഒരു കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ജനാധിപത്യത്തെ ഉൾക്കൊള്ളുന്ന തൊഴിൽ വിഭജനമല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നമെന്നും ഇവിടുത്തെ പ്രശ്നം വിദ്യാഭ്യാസം, ഉയർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്നും മതേതരത്വം സംരക്ഷിക്കണമെന്നും വിശ്വപൗരനാക്കി നിലനിർത്തേണ്ടതാണ് വിദ്യാഭ്യാസമെന്നും കരുതുന്ന സംസ്ഥാനത്തിൻ്റെ കരിക്കുലത്തെ അതിനെല്ലാറ്റിലും അപ്പുറത്തേക്ക് കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം ഇടം കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ അഭിപ്രായം. നടപ്പിലാക്കിയാൽ ശ്രീ കെടും എന്നാണ് എൻ്റെ അഭിപ്രായം.